സത്യം പറഞ്ഞാൽ 4 വോട്ടിന് വേണ്ടിയുള്ള ഇരട്ടത്താപ്പായിരുന്നു BJP ക്രൈസ്തവരോട് കാണിച്ചത്. ആവശ്യം വരുമ്പോൾ കെട്ടിപ്പിടിക്കും. അതൊരു ധൃതരാഷ്ട്രാലിംഗനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി CBCIയുടെ ഓഫീസ് സന്ദർശിക്കുന്നു, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിന്റെ ആസ്ഥാന മന്ദിരം സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ ഡൽഹിയിലെ ഗോഡക്കാന പള്ളിയിൽ ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നു. അവർക്ക് ഇതൊക്കെ മതി. ഇത് കണ്ടപ്പോഴത്തേക്ക് കണ്ണങ്ങ് മഞ്ഞളിച്ചു പോവുകയാണ്. പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ അതിന് തയ്യാറായില്ല. ഈ ഇരട്ടത്താപ്പുകാരാണ് വന്ന് ഈ ബിഷപ്പന്മാരെ കെട്ടിപ്പിടിക്കുന്നത്, ആലിംഗനം നടത്തുന്നത്. അവർക്ക് കേക്ക് കൊണ്ട് കൊടുക്കുക. ഈസ്റ്ററിന് BJP നേതാക്കള് ഓരോ കേക്ക് വേണ്ടിയല്ലോ 500-600 രൂപയുടെ ഒരു കേക്ക്, അതിലൊരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈദിക മേലധ്യക്ഷന്മാര് തൃപ്തരാകും. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് സമരം നടക്കുമ്പോൾ എന്തായിരുന്നു BJPക്കാരുടെ റോള്? വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ ഈ വിവാദ ഭൂമിയിലെ മുഴുവൻ അവകാശവും അത് സംബന്ധിച്ച പൂർണ്ണമായ അവകാശങ്ങൾ അവിടുത്തെ താമസക്കാർക്ക് കിട്ടുമെന്നാണ് BJP പറഞ്ഞത്. താമസക്കാർ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാ. ക്രിസ്ത്യൻ വോട്ടുകളിലേക്കൊന്ന് നുഴഞ്ഞു കയറാനുള്ള BJPയുടെ ശ്രമമാണ് അവിടെ നടന്നത്. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? എന്ത് കിട്ടി? ഭേദഗതി ബില്ലിൽ അവർക്ക് സഹായകരമായ ഒരു ക്ലോസും ഉണ്ടായിരുന്നില്ല, ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല. ഇവിടെ സമരം നടക്കുന്നുണ്ടോ, ചത്തുപോയെന്ന് പോലും അറിയില്ല. ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ, അതായത് ഈ CBCIയുടെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറലാണ്. അദ്ദേഹം ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാര് അവരുടെ മോചനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ്. അവരൊന്ന് വിളിച്ചു പോലുമില്ലെന്നാണ് CBCIയുടെ മറ്റൊരു വക്താവ് അറിയിച്ചത്. എന്റെ പൊന്നു പിതാവേ, അവരാരും വിളിക്കത്തില്ല, ഇടപെടത്തില്ല. എന്തിനാണ്? ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു സഹമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു കാരണവശാലും വിളിക്കില്ല. അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ സൗഭാഗ്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസ്ഥാനം. അത് ഈ ക്രൈസ്തവ സഭയുടെ ലേബലിൽ സംവരണം പോലെ ലഭിച്ചതാണ്. പിതാവേ, കുഞ്ഞുനാളില് തലയിൽ വീണ മാമോദിസ വെള്ളത്തേക്കാൾ വലുപ്പെട്ടതാണ് ഈ മന്ത്രി കുപ്പായം, മന്ത്രി വസതി, മന്ത്രി കാറ്, മന്ത്രി പദവി, പുറത്തിറങ്ങിയാൽ പടപടാന്ന് കിട്ടുന്ന സല്യൂട്ടുകൾ, അതിനേക്കാളൊക്കെ ഉപരി പാർട്ടിക്കൂറ്. അത് മനസ്സിലാക്കണം. ആരും സഹായിക്കാൻ വരുമെന്ന് വിചാരിക്കണ്ട. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്തുവാ പറഞ്ഞത്? അയ്യോ, കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്, അതിനെക്കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയത്തില്ലെന്ന്. സബ്ജുഡീസ് ആകുമെന്ന്. ജോർജ് കുര്യൻ സാറിന് ഈ വിഷയം സബ്ജുഡീസാ. സ്വന്തം വിഭാഗത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ജയിലരികൾക്കുള്ളിൽ കിടക്കുമ്പോ കുര്യൻ സാറിന് സബ്ജുഡീസാ. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കള് പാർലമെന്റ് അകത്തും പുറത്തും സഭാ മേലധ്യക്ഷന്മാര് പരസ്യമായിട്ട് ഇതിന്റെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർക്കാർക്കും ഈ സബ്ജുഡീസ് എന്ന് പറയുന്ന സംഭവം ബാധകമല്ല. നമ്മുടെ ജോർജ് കുര്യൻ സാറിന് അങ്ങനെ കോടതിയിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം മിണ്ടത്തില്ല, എന്താണെങ്കിലും മിണ്ടത്തില്ല. കൂട്ടോ പിതാവ് ഒരു കാര്യം കൂടെ പറഞ്ഞു. നീതി ലഭിക്കുന്നത് വൈകുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായിട്ട് തെരുവിലോട്ട് ഇറങ്ങുമെന്ന്. എന്റെ പിതാവേ, ഡൽഹിയിൽ എല്ലാ വർഷവും നടക്കുന്നതാണല്ലോ ഈ കുരിശിന്റെ വഴി എന്ന് പറയുന്നത്. ഡൽഹിയിലെ പ്രധാന തെരുവുകളിൽ എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാ. ഇത്തവണ അതിന് അനുമതി കിട്ടിയോ? ഗോഡാക്കാന പള്ളിയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. കുരിശിന്റെ വഴിക്ക് അനുമതി കിട്ടിയില്ലല്ലോ, നിഷേധിച്ചല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ തെരുവിലോട്ട് ഇറങ്ങിയോ? പള്ളിയുടെ മുറ്റത്ത് കുരിശിന്റെ വഴി നടത്തിയിട്ട് അങ്ങ് സംതൃപ്തിപ്പെട്ടു. സർക്കാരിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിന്നു. നിങ്ങളാണോ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്താൻ പോകുന്നത്? കാസ എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ ക്രൈസ്തവർക്ക് വേണ്ടി വാദിക്കാൻ, BJPക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ. അതിപ്പോ ഉണ്ടോ പിതാക്കന്മാരെ? കാസ ഉണ്ടോ? ലവ് ജിഹാദ് ആയിരുന്നല്ലോ അവരുടെ വലിയ ഇഷ്ട വിഷയം. ലവ് ജിഹാദ് തീർന്നു പോയോ? ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. സംഘടിതമായ ആക്രമണം നേരിടുന്നവര് ഒന്നിച്ചു നിന്ന് ചെറുത്താൽ ആ പ്രതിരോധത്തിന് കൂടുതൽ ശക്തി ഉണ്ടാവും. അത് മറക്കരുത്. BJPയുടെ സംസ്ഥാന നേതാവ് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലിൽ പറയുന്നത് കേട്ടു. അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ 3 ദിവസമായിട്ട് ഉറങ്ങാതെ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്തിനാ ഈ ഉറങ്ങാതിരുന്ന് പരിശ്രമിക്കുന്നത്? 2 ടെലിഫോൺ കോൾ മതിയല്ലോ. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് അമിത്ഷായെ വിളിക്കുന്നു, കാര്യം പറയുന്നു. അമിത്ഷാ ഉടനെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായെ വിളിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ മറ്റെന്താണ് ചെയ്യേണ്ടത്? വെറുതെ ഇങ്ങനെ 3 ദിവസമൊന്നും ഉറങ്ങാതെ ഒന്നും ഇരിക്കരുത്. ആരോഗ്യം നശിപ്പിക്കരുത്. കാരണം നമുക്ക് വികസിത കേരളം ഉടനെ ഉണ്ടാക്കേണ്ടതാ. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറാ. അതുകൊണ്ട് വളരെ വിനയപൂർവ്വം പറയുന്നത്, ഉറങ്ങാതിരുന്ന് ഉള്ള ആരോഗ്യം കളയരുത്. അഖിലേന്ത്യാ ക്രിസ്ത്യാനികൾക്ക് സന്തോഷകരമായൊരു വാർത്തയുണ്ട് കേട്ടോ. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതിയായി കേരളത്തിൽ നിന്നൊരു BJP ജനറൽ സെക്രട്ടറി ഛത്തീസ്ഗഡിലേക്ക് പോയി.
അദ്ദേഹം അവിടെ ചെന്ന് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ വിജയ് ശർമ്മയെ കണ്ടു. അപ്പൊ എന്താ സംഭവിച്ചത്? അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നത് കേട്ടതാ. രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും പറയുമത്രേ, നമ്മൾ കൂടെയുണ്ട്. അതുപോലെ തന്നെ വിജയ് ശർമ്മയും പറഞ്ഞു, നമ്മൾ കൂടെയുണ്ട്. പ്രശ്നം തീർന്നു. നമ്മൾ കൂടെയുണ്ടെന്ന് വിജയ് ശർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ശരിയാവും. അദ്ദേഹം പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ഈ കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന്, അതിന് സഹായിക്കുമെന്ന്. അതിന് ഇയാളുടെ ആവശ്യം എന്തുവാ? അവിടെ ഈ CBCയുടെ ആൾക്കാരുണ്ടല്ലോ, ജാമ്യത്തിന്റെ കാര്യവും നിയമപരമായ മറ്റു വിഷയങ്ങളൊക്കെ അവർ നോക്കിക്കോളും. ഇയാൾ അതിനകത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഈ വിജയ് ശർമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരികെ പോരുന്നുവെന്നാണ് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടത്. സത്യം പറഞ്ഞാൽ 2-3 ദിവസം കൂടെ നിൽക്കാമായിരുന്നു. അവിടെ നിന്നിട്ട് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ച് അവരെയും കൊണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്നതായിരുന്നു ഒരു ഹീറോയിസം. നമ്മുടെ സുരേഷ് ഗോപി തന്നെ അത് ചെയ്തേനെ, ഒരു ഭരത് ചന്ദ്രൻ സ്റ്റൈലില് അത് ചെയ്തേനെ. ഏതായാലും ഈ കന്യാസ്ത്രീകൾ മോചിതരാവട്ടെ, അതിന് BJP ജനറൽ സെക്രട്ടറിയുടെ ശ്രമങ്ങളും പ്രയോജനപ്പെടട്ടെ. പക്ഷെ അത് മുനമ്പത്തെ ആൾക്കാർക്ക് അവരുടെ ഭൂമിമേൽ സമ്പൂർണമായ അവകാശം സിദ്ധിക്കുന്ന തരത്തിലുള്ള രേഖകൾ ലഭിച്ചതുപോലെ ആകരുത്. അത്രയേ ഉള്ളൂ.